തടവുകാരോടും കസ്റ്റഡിയിൽ എടുത്ത സിവിലിയന്മാരോടും വളരെ ക്രൂരമായ ലൈംഗിക അതിക്രമം നടത്തിയതിന് ഇസ്രയേലിനെയും റഷ്യയെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടന. യുദ്ധമേഖലകളിൽ ലൈംഗിക അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുകയോ അല്ലെങ്കിൽ ഒത്താശ ചെയ്യുകയോ ചെയ്യുന്ന രാജ്യങ്ങളുടെ ഔദ്യോഗിക കരിമ്പട്ടികയിലാണ് ഈ രണ്ട് രാജ്യങ്ങളെയും ഇപ്പോൾ UN ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോകം എമ്പാടുമുള്ള യുദ്ധമേഖലകളിൽ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ മുൻ വർഷത്തെ അപേക്ഷിച്ച് 100% വർദ്ധിച്ചതായും ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ UN പ്രത്യേക പ്രതിനിധി പ്രമീല പാറ്റൺ പറയുന്നു. വിവിധ സംഘർഷങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് UN രക്ഷാസമിതിക്ക് സമർപ്പിച്ച വാർഷിക റിപ്പോർട്ടിലാണ് ഗുരുതരമായ ഇത്തരം കണ്ടെത്തലുകൾ ഉള്ളത്. കഴിഞ്ഞ വർഷം തന്നെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന മുന്നറിയിപ്പ് റഷ്യക്കും ഇസ്രയേലിനും UN നൽകിയിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഈ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ UN നടപടിയിൽ പ്രതിഷേധിച്ച് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിക്കുകയും ചെയ്തു. വസ്തുതകളുമായോ യാഥാർത്ഥ്യവുമായോ യാതൊരു ബന്ധവുമില്ലാത്ത പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമായ തീരുമാനമാണ് ഇത്. സത്യസന്ധതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചിരിക്കുകയാണ് സെക്രട്ടറി ജനറൽ. ഇനി പുതിയൊരു സെക്രട്ടറി ജനറൽ വരുന്നതുവരെ അദ്ദേഹത്തിന്റെ ഓഫീസുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇസ്രായേൽ അവസാനിപ്പിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം എക്സിൽ കുറിച്ചു. പലസ്തീൻ മേഖലയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ഇസ്രായേൽ സൈന്യം ലൈംഗിക അതിക്രമങ്ങൾ നടത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തടവറകളിലും ചോദ്യം ചെയ്യൽ കേന്ദ്രങ്ങളിലും വെച്ച് ക്രൂരമായ ബലാത്സംഗങ്ങൾ, കൂട്ട ബലാത്സംഗങ്ങൾ, രഹസ്യ ഭാഗങ്ങളിലേക്ക് വെടിയുതിർക്കൽ, നഗ്നരാക്കി പീഡിപ്പിക്കൽ എന്നിവ നടന്നതായും റിപ്പോർട്ടിലുണ്ട്. പല പീഡനങ്ങളും സൈനികർ ക്യാമറയിൽ പകർത്തിയെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു. ഉക്രൈനിൽ റഷ്യൻ സൈന്യം 310 ലൈംഗിക അതിക്രമ കേസുകൾ നടത്തിയതായാണ് UN പറയുന്നത്. അതിൽ ഭൂരിഭാഗവും പുരുഷന്മാർക്ക് നേരെയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. രഹസ്യഭാഗങ്ങളിൽ വൈദ്യുതാഘാതം ഏൽപ്പിക്കുക, ക്രൂരമായി മർദ്ദിക്കുക തുടങ്ങിയ ഭീകരമായ പീഡനമുറകളാണ് റഷ്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ ആക്രമണം നടത്തിയ നിലവിൽ കരിമ്പട്ടികയിലുള്ള ഹമാസിന്റെ അതേ തലത്തിൽ ജനാധിപത്യ രാജ്യമായ ഇസ്രയേലിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയത് കടുത്ത അനാദരവാണെന്ന് ഇസ്രയേലിന്റെ UN അംബാസഡർ ഡാനി ഡാനൻ പറഞ്ഞു. അമേരിക്കയിലെ UN അംബാസഡർ മൈക്ക് വാൾസും ഇസ്രയേലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്ക് മേൽ UN നേരിട്ട് ഉപരോധങ്ങൾ ഏർപ്പെടുത്താറില്ല. എന്നാൽ ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഈ രാജ്യങ്ങളുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുന്നതിന് കാരണമാകും. മാത്രമല്ല ഈ പട്ടികയിൽ തുടർച്ചയായി ഇടം പിടിക്കുന്ന രാജ്യങ്ങളെ UN സമാധാന സംരക്ഷണ സേനകളിൽ നിന്നും വിലക്കുകയും ചെയ്യും.